ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് സീരീസിൽ നമ്മൾ ആദ്യത്തെ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പ്ലീറ്റ്സിനുള്ള ഭാഗം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പ്ലീറ്റ്സിനായിട്ട് 3 പീസാണ് കട്ട് ചെയ്തെടുത്തത്. 1 2 3 അങ്ങനെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാം, ഒരെണ്ണം ബാക്കിലേക്ക് കൊടുക്കാം. എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് സെൻറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും ഒരു പീസ് നമുക്ക് ബാക്കിലേക്കും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫ്രണ്ടിലേക്ക് ഒരു വലിയ പീസും ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചെറിയ പീസും ഉണ്ടാവും. ഇതിനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. വലിയ പീസിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ ഒരു ചെറിയ പീസ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് പീസ് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രില്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രില്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഫ്രില്ല് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഞെറിവ് ഇതുപോലെ കുഞ്ഞതാക്കി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫ്രില്ല് ഉണ്ടാക്കില്ലേ, അതുപോലെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം മുകളിൽ കൂടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഫ്രില്ല് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് നൂല് ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്, നമുക്ക് നൂല് പിടിച്ചിട്ട് വലിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മുകളിൽ കൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കുഞ്ഞ് കാണിയിലിടരുത്, ലോങ് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നൂലിപ്പോൾ കട്ട് ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എക്സ്ട്രാ നൂലിട്ടില്ലേ, അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ നൂല് ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. എൻഡ് ചെയ്തപ്പോഴും ഇതുപോലെ എക്സ്ട്രാ നൂലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും നൂല് വലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്കിതുപോലെ 2 നൂലുണ്ടാവും, ഒന്ന് മുകളിലത്തെയും ഒന്ന് അടിയിലത്തെയും. ഇതിലേതെങ്കിലും നൂല് പയ്യെ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഇതുപോലെ ഫ്രിൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഫ്രിൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ബോഡി പോർഷൻ നിവർത്തി ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ജസ്റ്റ് കറക്റ്റ് ഇതിൻ്റെ അളവിലേക്ക് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് ഇതേ ലെങ്ത്തിലേക്ക് നമുക്ക് കൊണ്ടുവരിക. 2 സൈഡിൽ നിന്നും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ലെങ്ത്ത്. അപ്പോൾ അതേ ഭംഗിയായിട്ട് കറക്റ്റ് അതിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ബോഡി പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് പ്ലീറ്റ്സിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ബോഡി പോർഷൻ നല്ല വശത്തേക്കായിട്ട് പ്ലീറ്റ്സിൻ്റെ നല്ല വശം ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും പ്ലീറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ ഫ്രിൽസൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് പോർഷൻ ചെയ്തെടുക്കാം. നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ റോങ് സൈഡാണ് കേട്ടോ ഇട്ടിരിക്കണേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അടിഭാഗം മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ അടിഭാഗം മടക്കി അടിക്കാം. ഇപ്പോൾ തേരുവശം ആയതുകൊണ്ട് ഞാൻ മടക്കി അടിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അടിഭാഗത്തേക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തില്ലേ, ആ സെയിം മെത്തേഡിൽ തന്നെ ഇതിനെയും ഫ്രിൽസാക്കി ചെയ്തെടുക്കുക കേട്ടോ, നൂല് വലിച്ചിട്ട്. അപ്പം ഞാൻ നൂല് വലിച്ചിട്ട് ഫ്രിൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ നെക്കിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഫ്രിൽസ് ഇതുപോലെ നൂല് വലിച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കണേ. അങ്ങനെ ഭംഗിയായിട്ട് നെക്കിലേക്ക് വെക്കാനുള്ള ഫ്രിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ റോങ് സൈഡിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഫ്രിൽസിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഫ്രില്ലിൻ്റെ നല്ല വശം ഇതാണ് കേട്ടോ.
അപ്പോൾ നല്ല വശം ഈ റോങ് സൈഡിനോട് ചേർത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കറക്റ്റ് ഈ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ ഫ്രിൽസ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ കൊടുത്തിരിക്കണേ. അടുത്തതായിട്ട് ഈ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ നെക്ക് ചെയ്തെടുക്കുന്ന പോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുറ്റിനും ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നെക്കിന് ചുറ്റും നമ്മൾ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രിൽസ് നമുക്ക് മെയിൻ സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മെയിൻ സൈഡിലേക്ക് ഈ ഒരു ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു ഫ്രിൽസ് മെയിൻ സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിന് ചുറ്റും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ഫ്രണ്ടിലെ നെക്കൊക്കെ ചെയ്തെടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണോ ചെയ്തേ ആ സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനിലും നെക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആം ഹോള് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കുക. ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ദേ ക്രോസ് പീസ് ഞാൻ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശമുണ്ടല്ലോ, അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് ഈ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ഒരു ക്രോസ് പീസ് ഈ ഒരു ആം ഹോളിന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആം ഹോള്. ആം ഹോളിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഈ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രോസ് പീസ് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു ആം ഹോളിന് ചുറ്റും നമ്മൾ ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ ബാക്കോട്ട് മറിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ബാക്കോട്ട് മറിച്ച് കൊടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ക്രോസ് പീസിനെ ബാക്കോട്ട് മറിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബാക്കോട്ട് മറിച്ചു ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ അങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ചീത്ത വശത്താണ് കേട്ടോ വെച്ച് സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതേ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടില്ല എന്ന് വിചാരിക്കണം കേട്ടോ. ഇതേ ഭംഗിയായിട്ട് രണ്ട് സൈഡും ബാക്കായാലും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡും ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 സൈഡും ബാക്കിൽ 2 സൈഡും. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഇതുപോലെ ചെയ്തതിന് ശേഷം കാണിക്കാം. ഫ്രണ്ട് പോർഷൻ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രിൽ പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ പൊന്തി പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു പോയിന്റ് മുതൽ ഏകദേശം ഒരു ഹാഫ് വരെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് പൊന്തിപ്പോവില്ല, കണ്ടില്ലേ?
ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷനെയും ബാക്ക് പോർഷനെയും നല്ല വശങ്ങൾ ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ഫ്രില്ലിൻ്റെ പോർഷനും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കടെ തന്നെ സൈഡ് ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫൈനലായിട്ട് അടിവശം ഒന്ന് മടക്കിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.